വെൽക്കം ടു ടുഡേ സെഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മിഷൻ, ഒബ്ജക്റ്റീവ്, ഗോൾ, സ്ട്രാറ്റജി, പോളിസി, പ്രോഗ്രാം ആൻഡ് പ്രൊസീജിയർ, അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പ്ലാൻ എന്തിനാണ് നടത്തുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം പ്ലാനിങ് നടത്തുമ്പോൾ ഒരു 8 ഹൈറാർക്കിക്കൽ സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് മിഷനും പർപ്പസും സെറ്റ് ചെയ്യുക, ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുക, സ്ട്രാറ്റജീസ് അതെങ്ങനെ അച്ചീവ് ചെയ്യാൻ ഉള്ള സ്ട്രാറ്റജീസ് നോക്കുക, പോളിസീസ് മേക്ക് ചെയ്യുക, അത് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്, റൂൾസ്, പ്രോഗ്രാം, പിന്നെ ഫൈനലി ബഡ്ജറ്റ്. അപ്പം ഇത്രയും രീതിയിലാണ് നമ്മളൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പ്ലാനിങ് നടത്തുന്ന സമയത്തുള്ള സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഹൈറാർക്കി ഓഫ് പ്ലാൻസ് എന്നാണ് പറയുന്നത്. പ്ലാനിലെ മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള സ്ട്രാറ്റജി മാനേജ്മെൻറ്റ്, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അതിൽ മിഷൻ, ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യും, അത് അനലൈസ് ചെയ്യും, ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെഡ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷം മിഷനും ഒബ്ജക്റ്റീവൊക്കെ സ്റ്റഡി ചെയ്യും, അതിൻ്റെ സ്ട്രെങ്ത് വീക്ക്നെസ് നോക്കും, അതിൻ്റെ റിസോഴ്സസ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കും. അത് 3 സ്റ്റേജും തമ്മിൽ റിലേറ്റഡ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവിൻ്റെ ഇവാലുവേഷൻ സ്റ്റേജിലേക്ക് വരും. അതായത് റിസൾട്ട് ഇവാലുവേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഫോർമുലേഷൻ, അത് തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്ട്രാറ്റജി മാനേജ്മെൻറ്റ് പോളിസിയുടെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. നൗ വി വിൽ ബി ഗോയിങ് ടു ദ ഫസ്റ്റ് തിങ്, ദറ്റ് ഈസ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ ഒരു കോളേജിലോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1 ലൈൻ അല്ലെങ്കിൽ 1 സ്മോൾ പാരഗ്രാഫ് സ്റ്റേറ്റ്മെൻറ്റിനാണ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാംസങ് നോക്കുകയാണെങ്കിൽ ഇൻസ്പയർ ദ വേൾഡ്, ക്രിയേറ്റ് ദ ഫ്യൂച്ചർ. അപ്പോൾ ഇതൊരു 1 ലൈൻ അവരുടെ കമ്പനിയുടെ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഗൂഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ് ആക്സസ് ടു ദ വേൾഡ്സ് ഇൻഫർമേഷൻ ഇൻ 1 ക്ലിക്ക്. അതുപോലെ ആമസോൺ. അപ്പോൾ ഇതുപോലെ ഓരോ കമ്പനിക്കും ഓരോ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനി ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഗോൾസ് ഉണ്ടാവും. ഒരു കമ്പനിക്ക് എന്ത് 10 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യണം, എന്ത് 15 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യണം, അവരുടെ ടാർഗറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ലൈൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഡിസിഷൻസ് ടു ഇൻസ്പയർ പീപ്പിൾ, അത് ആ രീതിയിൽ ഉള്ള വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ കമോഡിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, റെഡ്യൂസ് ഡെയിലി റുട്ടീൻ, പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ചാലഞ്ച്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ദിസ് തിങ്സ് വി ഹാവ് ടു കൺസിഡർ. കോർ വാല്യൂ ഓഫ് ദ കമ്പനി, ആ കമ്പനി എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണത് കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതാണ് ഒരു വൺ ഓഫ് ദ വേ. അല്ലെങ്കിൽ കമ്പനിയുടെ മിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കാം വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ കമ്പനിയുടെ കൾച്ചർ ആവാം, അല്ലെങ്കിൽ കമ്പനിയുടെ സ്ട്രാറ്റജിക് ഗോൾ ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് അവർ എന്ത് അച്ചീവ് ചെയ്യാൻ പോകുന്നു, ഈ രീതിയിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്യൂച്ചർ ഗോൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. 5 to 10 ഇയേഴ്സ് കഴിയുമ്പം കമ്പനി എവിടെയാണ് എത്താൻ പോകുന്നത്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാവാം ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനുമായിട്ട് വെൽ ഫിറ്റ് ആയിരിക്കണം, അതുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു റെപ്ലിക്ക ആവണം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു 6 അപ്രോച്ച് രീതിയിൽ നമുക്ക് അത് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ആക്സെപ്റ്റഡ് റൂൾസ് ഇൻ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ദേ ഷുഡ് ബി ഷോർട്ട് ആയിരിക്കണം, ദേ നീഡ് ടു ബി സ്പെസിഫിക്, ഡു നോട്ട് യൂസ് വേർഡ് ദാറ്റ് ആർ ഓപ്പൺ ടു ഇൻ്റർപ്രിട്ടേഷൻസ്, സിമ്പിളായിരിക്കണം, അംബീഷ്യസ് ആയിരിക്കണം. അതുപോലെ തന്നെ നീഡ് ടു അലൈൻ ടു ദ കമ്പനി വാല്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞ 6 പോയിൻറ്റും ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്യുകയും റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. Now we will discuss what is mission statement. അപ്പം നമുക്കിപ്പോൾ ഗൂഗിൾ നോക്കുകയാണെങ്കിൽ ടു ഓർഗനൈസ് ദ വേൾഡ്സ് ഇൻഫർമേഷൻ ആൻഡ് മേക്ക് ഇറ്റ് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആൻഡ് യൂസ്ഫുൾ. അപ്പം എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ എന്താണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. അതുപോലെ 2 എക്സാമ്പിൾസും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, റീസൺ ഫോർ ബീയിങ് എന്തിനാണ്, അതുപോലെ വാട്ട് ഈസ് അവർ ബിസിനസ്, ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് എന്താണ്, ടു ഹൂം ഇറ്റ് വാണ്ട് ടു സെർവ്. അതുപോലെ തന്നെ ഇറ്റ് കണ്ടെയ്ൻ എ ലോട്ട് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡിങ് പർപ്പസ്, ഫിലോസഫി, ബിലീഫ്, അതുപോലെ തന്നെ ബിസിനസ് പ്രിൻസിപ്പിൾ. അങ്ങനെ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വേണ്ടത്. വിൽ ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ റേഞ്ച് ഓഫ് ഫീസിബിൾ ഓൾട്ടർനേറ്റീവ് ഒബ്ജക്റ്റീവും സ്ട്രാറ്റജിയും വേണം. അതുപോലെ തന്നെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ബ്രോഡ് ആയിരിക്കണം. ഓർഗനൈസേഷൻ എന്തിനാണ് ആസ്പയർ ചെയ്യുന്നത്, എന്തിനാണ് അത് നിലകൊള്ളുന്നത്, അതുപോലെ തന്നെ എന്താണ് ബ്രോഡ് ഇനഫ് ടു അലോ ക്രിയേറ്റിവിറ്റി. പിന്നെ അതുപോലെ ഒരു ഓർഗനൈസേഷൻ്റെ സ്പെസിഫിക് ഐഡൻറ്റിറ്റി, അതായത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ വേറൊരു ഓർഗനൈസേഷനും നമ്മുടെ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസം, ഈ കാര്യങ്ങളൊക്കെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. പിന്നെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കണം, പ്രോസ്പെക്റ്റീവായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ സ്പെസിഫൈ ചെയ്യുന്നതായിരിക്കണം. അതുപോലെ തന്നെ അത് ക്ലിയറും ആയിരിക്കണം.
And one mission statement should reflect the anticipation of customer and it should be clear enough to identify the customer need. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഉള്ളതും ആയിരിക്കണം. അപ്പോൾ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിന് കുറച്ച് കമ്പോണൻ്റ് ഉണ്ട്. കസ്റ്റമേഴ്സ് ഒബ്വിയസ്ലി, അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓർ സർവീസസ്, മാർക്കറ്റ്, ടെക്നോളജി, കൺസേൺ ഫോർ സർവൈവൽ, ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഷുഡ് ഹാവ് എ വെൽ ഡിഫൈൻഡ് ഫിലോസഫി എന്ന് പറയുമ്പം എത്തിക്കലായിട്ടും അതുപോലെ ബിലീഫ്, വാല്യൂ, ആസ്പിറേഷൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പം ഫിലോസഫി വേണം, അതുപോലെ സെൽഫ് കൺസേൺ ഫോർ പബ്ലിക് ഇമേജ് ആൻഡ് ഫൈനലി കൺസേൺ ഫോർ എംപ്ലോയീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കമ്പോണൻറ്റ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വരേണ്ടത്. വി വിൽ ഡിസ്കസ് ദ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അത് 250 വേർഡ് ലെങ്തിനേക്കാൾ കുറവായിരിക്കണം, ഇൻസ്പയറിംഗ് ആയിരിക്കണം, സ്കോപ്പ് എന്താണെന്ന് പറയണം, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഫേം എന്താണെന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. നേരത്തെ കണ്ട പോലെ മിഷൻ എലമെൻറ്റ്സ് അത് എല്ലാം സ്പെസിഫൈ ചെയ്തിരിക്കണം, എൻഡ്യൂറിങ് ആയിരിക്കണം, റീകൺസിലറേറ്ററി ആയിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യണം. ദീസ് ആർ ദ ഔട്ട്ലൈൻ ഓഫ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. വിൽ ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടിൻ്റെയും ഒരു ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുക to managers and employees regarding the vision and mission of the institution or organization, provide basis of all strategies, planning etc. to the employees who are working there, provide direction, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അതിൻ്റെ ഫോക്കൽ പോയിൻ്റ് ഡിക്റ്റേറ്റ് ചെയ്യാനും, അതുപോലെ റിസോൾവ് ഡൈവർജൻറ്റ് വ്യൂ എമംഗ് മാനേജേഴ്സ്. ഇപ്പം പല ടൈപ്പ് ഓഫ് മാനേജേഴ്സ് ഉണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ. അപ്പം അവിടെ അവർക്ക് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവാത്ത ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. അതായത് ഡൈവേർജ് വ്യൂ അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ നമുക്കൊരു പ്രോപ്പർ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ വി ക്യാൻ റെഫർ ഇറ്റ് ആൻഡ് ഡു ഇറ്റ് ഇൻ എ പ്രോപ്പർ വേ. ഓർഗനൈസേഷൻ്റെ സപ്പോർട്ട് സിസ്റ്റത്തിനെ സ്പെസിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഹൈ ഓർഗനൈസേഷണൽ പെർഫോമൻസിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ദ മെയിൻ പോയിൻ്റ് ഇസ് ദ പോയിൻ്റ് നമ്പർ 10, അച്ചീവ് സിനർജി എമംഗ് ഓൾ മാനേജേഴ്സ് ആൻഡ് എംപ്ലോയി. അതായത് കോപ്പറേറ്റീവ് ആയിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇഫ് യു ഹാവ് എ പ്രോപ്പർ വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. വി വിൽ ബി ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദറ്റ് ഈസ് ഗോൾ. ഗോൾ എന്താണെന്ന് നമുക്കറിയാം. ഗോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ ലക്ഷ്യം വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഗോൾസ് എന്ന് പറയും. ഈ സ്ലൈഡിൽ കാണിക്കുന്നത് കുറച്ച് ഗോൾസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഗോൾ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബൈ 10 പോയിൻറ്റ് ബൈ 2022, അല്ലെങ്കിൽ ഓവറോൾ ബഡ്ജറ്റ് കോസ്റ്റ് ഇൻക്രീസ് അല്ലെങ്കിൽ റെഡ്യൂസ് ബൈ 10% ബൈ 2022, ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ ബൈ 5% ബൈ 2022. അങ്ങനെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന കുറച്ച് കാര്യമുണ്ട്. അതിനാണ് നമ്മൾ ഗോൾസ് എന്ന് പറയുന്നത് ഇൻ ഇൻഡസ്ട്രിയൽ പോയിൻ്റ് ഓഫ് വ്യൂ. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഗോൾസ് ആർ തിങ്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു അക്കംപ്ലിഷ് വിത്തിൻ എ ടൈം ബൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് റിയലിസ്റ്റിക് ആവണം. ഒരിക്കലും നടക്കാത്ത ഗോൾസൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളൊക്കെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പ്രോപ്പർ ഗൈഡ് ലൈൻസ് വേണം, അതുപോലെ തന്നെ പ്രോപ്പർ ഇവാലുവേഷനൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഗോൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഗോൾസ് സെറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ. അപ്പോൾ കുറച്ച് ടേംസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു ഗോൾ ചുമ്മാ പോയി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വി നീഡ് ടു ഡു സം പ്രൈമറി റിസർച്ച് ബേസ്ഡ് ഓൺ മാർക്കറ്റ് ആസ് വെൽ ആസ് ഇൻഡസ്ട്രിയൽ പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പം ഓരോ ഇൻഡസ്ട്രി ഡിപ്പെൻഡ് ചെയ്തിട്ട് റിസർച്ച് ചെയ്യേണ്ട വ്യൂസും മാറും. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത് ഗോൾസ് ഡിഫൈനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ദ ടോപ്പിക് ഇൻവോൾവിങ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ റിസർച്ച്. ഇനി അതിൽ തന്നെ ബ്രെയിൻ സ്റ്റോമിങ് ഗോൾസ് എന്ന് പറയുന്ന ഗോളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് ഇപ്പം മെയിൻ കമ്മിറ്റി മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ വിളിച്ചിട്ട് ഡിസ്കഷൻ നടത്തുന്നു, അതിൽ എക്സ്പേർട്സിൻ്റെ അഭിപ്രായം ചേരുന്നു. അപ്പോൾ അതൊക്കെ ബ്രെയിൻ സ്റ്റോമിങ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ബ്രെയിൻ സ്റ്റോമിങ് ഡിസ്കഷൻസ് എന്ന് പറയുന്ന ഒരു സെഷൻസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഗോൾസിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു വ്യൂ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇൻഡസ്ട്രി കൺസിഡർ ചെയ്യുമ്പോൾ 3-4 ഗോൾസ് ഉണ്ടാവും അവർക്ക് അച്ചീവ് ചെയ്യാൻ ഒരു 10 വർഷം കൊണ്ട്. അപ്പോൾ അതിൽ തന്നെ ഉള്ള ഫസ്റ്റ് തീർക്കേണ്ട ഗോൾസിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അതിനെ ആദ്യം സോൾവ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും 10-20 ഗോൾസ് സെറ്റ് ചെയ്യാതെ വിത്തിൻ 5 or 6 മാക്സിമം, അതൊക്കെയാണ് ഒരു ഇൻഡസ്ട്രിയിൽ സാധാരണ മാക്സിമം നമ്പർ ഓഫ് ഗോൾ അച്ചീവ് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അത്രയും കൗണ്ടേ കാണാവൂ. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. എന്ന് പറയുമ്പോൾ വാട്ട് യു വാണ്ട് ടു സീ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തു. ഹൗ ഗോൾസ് വിൽ ബി അച്ചീവ്ഡ്, അതാണ് നമ്മൾ ഒബ്ജക്റ്റീവിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ സ്മാർട്ട് ഒബ്ജക്റ്റീവാണ്. അതിൽ സ്മാർട്ട് എന്ന് വെച്ചാൽ സ്പെസിഫിക്, മെഷറബിൾ, അപ്രോപ്രിയേറ്റ്, റിയലിസ്റ്റിക് ആൻഡ് ടൈം സ്പെസിഫിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്പെസിഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു ആർ ഗോയിങ് ടു അച്ചീവ്. മെഷറബിൾ എന്ന് പറയുമ്പോൾ ക്വാണ്ടിഫിക്കേഷൻ എന്നാണ് അർത്ഥം. അപ്രോപ്രിയേറ്റ് എന്ന് വെച്ചാൽ അലൈൻ വിത്ത് ദ നീഡ് ഓഫ് ദ ടാർഗറ്റ് ഓഡിയൻസ്. റിയലിസ്റ്റിക് എന്ന് വെച്ചാൽ എപ്പോഴും ഗോൾസും ഒബ്ജക്റ്റീവ് എല്ലാം റിയൽ ആയിരിക്കണം. ചുമ്മാ വെറുതെ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ടൈം സ്പെസിഫിക് എന്ന് പറയുമ്പം എപ്പോഴാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഉള്ള ഒരു ഊഹമെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ഈസ് സ്പെസിഫിക്
ഒബ്ജക്റ്റീവ് ഇതെല്ലാം സ്പെസിഫിക് ആയിരിക്കും. നമ്മളിപ്പം ടാർഗറ്റ് അതുപോലെ ഇൻറ്റൻറ്റഡ് ഔട്ട്കം ഔട്ട്കം പെർ ഒബ്ജക്റ്റീവ് കിട്ടുന്ന പോലെ ആയിരിക്കും സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അവോയ്ഡ് വേഗ് വെർബ്, നമുക്ക് പറയാൻ പറ്റാത്ത വെർബ്സ് ലൈക്ക് നോൺ, അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ ഒബ്ജക്റ്റീവിൽ വെക്കത്തില്ല. മേക്ക് ഷുവർ ദാറ്റ് ഒബ്ജക്റ്റീവ്സ് ആർ ഓൾവേസ് ലിങ്ക് ടു ദ പ്രിസ്ക്രൈബ്ഡ് ഗോൾ. നമ്മളെ ഗോളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം വേണം. ചുമ്മാ ഒരു ബന്ധവുമില്ലാത്ത ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് സെറ്റ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ഈസ് ക്വാണ്ടിഫയിങ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മെഷറബിൾ ഒബ്ജക്റ്റീവ്. ക്വാണ്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ മെഷറിംഗ് എന്നാണ് അർത്ഥം. അതിന് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ആയിട്ടോ നമ്പറായിട്ടോ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ഈസ് അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ്. അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന അലൈൻ വിത്ത് ദ നീഡ് ഓഫ് ദ ടാർഗറ്റ് ഓഡിയൻസ്. അത് വെൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവാണ്. മീറ്റിംഗ് ദ ഒബ്ജക്റ്റീവ് വിൽ അഡ്വാൻസ് ദ ഗോൾ. അതാണ് അതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ സ്പെസിഫിക് ടാർഗറ്റ് ഓഫ് ഓഡിയൻസ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആർ ഇൻക്ലൂസീവ് ഓഫ് ഡൈവേഴ്സിറ്റി വിത്തിൻ യുവർ ഗ്രൂപ്പ്. അപ്പം ഇത്രയുമാണ് അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ഈസ് റിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്. റിയലിസ്റ്റിക് എന്ന് പറയുന്നത് ഡു യു ഹാവ് ദ റിസോഴ്സസ് ടു മേക്ക് ദ ഒബ്ജക്റ്റീവ് ഹാപ്പൻ. അപ്പോൾ റിയാലിറ്റിയുമായിട്ട് നമ്മൾ എപ്പോഴും പൊരുത്തപ്പെട്ട് ഓരോ കണ്ടീഷൻസ് പറയുവാണെങ്കിൽ അതിനെ റിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ് എന്ന് പറയാം. അപ്പം റിയാലിറ്റി, ഇപ്പം നമുക്ക് ആ സാധനമുണ്ടോ എന്നെങ്കിലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുന്ന പോലെ ഉള്ള ഒബ്ജക്റ്റീവ്സിനെയാണ് റിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഉള്ളൊരു ടൈപ്പ് എന്ന് വെച്ചാൽ ടൈം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. അതിൻ്റെ പേര് തന്നെ പറയുന്ന പോലെ ഒരു പെർട്ടിക്കുലർ ടൈം നമുക്കുണ്ടാകും, ഒരു ഡെഡ് ലൈൻ പോലെ. ഇപ്പോൾ 2 ഇയേഴ്സിൽ നടക്കേണ്ട ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ്, അങ്ങനെയൊക്കെയുള്ള കാര്യം ഉള്ള ഒബ്ജക്റ്റീവ്സ് ആണെങ്കിൽ, ടൈം ഡിഫൈൻഡ് ആണെങ്കിൽ അതിനെ ടൈം സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് വൺ ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ പോയിന്റ് ഓഫ് വ്യൂ, ദറ്റ് ഈസ് സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പാറ്റേൺ ഓർ പ്ലാൻ ദാറ്റ് ഇൻറ്റഗ്രേറ്റ് ആൻ ഓർഗനൈസേഷണൽ മേജർ ഗോൾ, പോളിസീസ് ആൻഡ് ആക്ഷൻ സീക്വൻസ് ഇൻറ്റു എ കോഹെസീവ് ഹോൾ. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഡിസിഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത് ഡിസിഷൻസ് ആണ് അതിൽ? ബിസിനസ് എന്തായിരിക്കണം, അതുപോലെ എന്ത് മാർക്കറ്റിംഗ് മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഗ്രോത്ത് റൂട്ടീൻസ് അല്ലെങ്കിൽ റൂട്ട്സ് എങ്ങനെയായിരിക്കണം. അപ്പോൾ അതുപോലെ അതിൻ്റെ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് സെക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും എങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നറിയുന്നതാണ് ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയുടെ ലക്ഷ്യം. അപ്പോൾ ഏത് രീതിയാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എപ്പോഴും സ്ട്രാറ്റജിക്ക് ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് ആയിരിക്കും ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ പറ്റുന്നത്. സ്ട്രാറ്റജി എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് ബേസിക് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. അപ്പം ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അഡാപ്റ്റ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഏത് മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യും എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് നെസസറി ടു അച്ചീവ് ദ ഗോൾ. ഇതിൽ നമ്മൾ ലോങ് ടേം ഗോൾസ് ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതായത് റിസോഴ്സസ്, മാൻ പവർ, റോ മെറ്റീരിയൽ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അതിനെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം വേണ്ട റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ സ്ട്രാറ്റജീസിൽ ഉൾക്കൊള്ളിക്കുന്നത്. വിൽ ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫക്റ്റീവ് സ്ട്രാറ്റജി. അത് കസ്റ്റമർ ഡ്രിവൺ ആയിരിക്കണം, അതായത് കസ്റ്റമർ വാണ്ട്സിനെ നീഡ്സിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. മേക്ക് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ സക്സസ് ഓഫ് ദ ബിസിനസ് ആയിരിക്കണം. ഇറ്റ് മാച്ചസ് ദ ഓർഗനൈസേഷൻ യുണീക്ക് റിസോഴ്സസ് വിത്ത് ഓപ്പർച്യൂണിറ്റി ഇൻ ദ എൻവയോൺമെൻറ്റ്. ഇറ്റ് ഈസ് ഡ്യൂറബിൾ ആൻഡ് ഡിഫിക്കൽട്ട് ഫോർ കമ്പീറ്റർ ടു കോപ്പി. കോമ്പീറ്റേഴ്സിന് കോപ്പി ചെയ്യാൻ പറ്റാത്ത ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മൾ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന മെത്തേഡ് ഒരിക്കലും വേറൊരു കമ്പനിക്ക് കോപ്പി ചെയ്യാൻ പറ്റാത്തതാവണം. ഇറ്റ് പ്രൊവൈഡ് എ ബേസിസ് ഓഫ് ഫർദർ ഇമ്പ്രൂവ്മെൻറ്റ്. അതായത് ഒരു ബേസ് ലൈൻ വയ്ക്കുക, ബെഞ്ച് മാർക്കിംഗ് പോലെ വയ്ക്കുക. അത് ഫർദർ ഇമ്പ്രൂവ്മെൻറ്റിന് എപ്പോഴും സഹായിക്കുന്ന രീതിയിലാവുക. ഫൈനലി ഇറ്റ് വിൽ പ്രൊവൈഡ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ഫോർ ദ എൻറ്റയർ ഓർഗനൈസേഷൻ ടു ഗ്രോ. അപ്പം ഇതൊക്കെയാണ് എഫക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നൗ വിൽ ഗോ ഇൻ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് പോളിസീസ്. പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസീസ് ആർ സ്റ്റാൻഡിംഗ് പ്ലാൻ ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ബ്രോഡ് ഗൈഡ് ലൈൻസ് ഫോർ ഡിസിഷൻ ആൻഡ് ആക്ഷൻ. പോളിസിയുടെ ഒരു എക്സാമ്പിൾ കോളേജിൻ്റെ പെർസ്പെക്റ്റീവ് പറയുവാണെങ്കിൽ, നമുക്കിപ്പം 70% അറ്റൻഡൻസിൽ താഴെയാണെന്നുണ്ടെങ്കിൽ കണ്ടോണേഷൻ അടച്ചാലേ എക്സാം എഴുതാൻ പറ്റൂ എന്നുള്ളതൊരു ഒരു പോളിസിയാണ് കോളേജ് അഡാപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പോളിസിയാണ്. അപ്പം ഇതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പോളിസി എന്ന് വെച്ചാൽ എന്താണ്? പോളിസി ഫോക്കസ് അറ്റൻഷൻ ഓൺ മാറ്റർ ഓഫ് സ്പെസിഫിക് ഇമ്പോർട്ടൻസ് ടു ദ ഓർഗനൈസേഷൻ. അതായത് ഇറ്റ് ഡീൽസ് വിത്ത് വേരിയസ് സിറ്റുവേഷൻ ആൻഡ് ടേക്ക് ഡിസിഷൻ വിച്ച് ആർ കൺസിസ്റ്റൻറ്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇതാണ് പോളിസിയുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. Why policy is important in a organization? It helps decide issues before they become problem. Problem ആവുന്നതിന് മുന്നേ തന്നെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്പ് ടു അനലൈസ് സിറ്റുവേഷൻസ്, ഡെലിഗേറ്റ് അതോറിറ്റി ആണ്, അലോ ഫോർ സം ഡിസ്ക്രിഷൻ, എൻകറേജ് ഡിസിഷൻ മേക്കിംഗ്. കാരണം ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഡിസിഷൻ നമുക്ക് എടുക്കണമെങ്കിൽ അത് പേഴ്സണലായിട്ടുള്ള ഡിസിഷൻ ആവരുത്. നമ്മൾ പോളിസി ഫോളോ ചെയ്തിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കുമ്പം ഇറ്റ് ഈസ് എ വെൽ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതായത് ഒരു ടാസ്ക് നമുക്ക് കിട്ടുമ്പോൾ സ്റ്റെപ്പ് 1
കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 2, അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻസ് ആണ്. അതായത് എത്ര പ്രീ ഡിറ്റർമൈൻഡ് സീക്വൻസിലാണ് നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിനെ നമുക്ക് പ്രൊസീജിയർ എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. പ്രൊസീജിയർ മേ കട്ട് അക്രോസ് ഡിപ്പാർട്ട്മെൻറ്റ് ലൈൻസ്. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റും അടുത്ത ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 7 എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോവേണ്ടത്, ആ കാര്യങ്ങളൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പം ഒരു പ്രോട്ടോക്കോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 കഴിഞ്ഞിട്ട് ഏത് സ്റ്റെപ്പാണ് പോവേണ്ടത്, സ്റ്റെപ്പ് 2 ആണോ, സ്റ്റെപ്പ് 7 ആണോ, സ്റ്റെപ്പ് 5 ആണോ എന്നൊക്കെ ഉള്ളതാണ് ഈ പ്രൊസീജിയറിൽ കറക്റ്റായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് റൂൾ എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോം ഓഫ് പ്ലാൻ എന്ന് നമുക്ക് പറയാം. റൂൾസ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് നമുക്ക് പറയാം. അതായത് നമുക്കറിയാം നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പെർട്ടിക്കുലർ റൂളാണ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നോ സ്മോക്കിംഗ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കവിടെ സ്മോക്ക് ചെയ്യാൻ പാടില്ല. അപ്പം റൂൾസ് സ്പെൽ ഔട്ട് സ്പെസിഫിക് ആക്ഷൻ ഓർ നോൺ ആക്ഷൻ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇനി റൂളും പ്രൊസീജിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എ റൂൾ നീഡ് നോട്ട് ബി എ പാർട്ട് ഓഫ് പ്രൊസീജിയർ. ഒരിക്കലും ഒരു റൂള് പ്രൊസീജിയറിൻ്റെ ഒരു പാർട്ട് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് റൂൾസ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പ്രൊസീജിയർ, ഗോൾസ്, അതുപോലെ പോളിസീസ്, ടാസ്ക്, റൂൾ, അസൈൻമെൻറ്റ് എക്സെട്ര എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രോഗ്രാംസ് ആർ യൂഷ്വലി സപ്പോർട്ടഡ് ബൈ ബഡ്ജറ്റ് ആണ്. അപ്പം ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഇന്ത്യൻ എയർലൈൻ ഹാവ് എ പ്രോഗ്രാം ഓഫ് അക്വയറിംഗ് 43 ന്യൂ എയർലൈൻസ് ഇൻ 5 years. ഓക്കെ, അപ്പോൾ ഇതിനൊരു പെർട്ടിക്കുലർ ബഡ്ജറ്റ് അസോസിയേഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനെ നമുക്ക് പ്രോഗ്രാം എന്ന് പറയാം. കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യാൻ നേരത്തെ അതേ എക്സാമ്പിളിൽ അതിൽ എയർലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രോഗ്രാം ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം അപ്രോച്ച് വേണ്ടത്. പ്രോഗ്രാം ഫോർ ഫണ്ടിങ് ദ പർച്ചേസ് ഓഫ് എയർക്രാഫ്റ്റും അതുപോലെ സ്പെയറിനും വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം വേണം. പ്രോഗ്രാം ഫോർ ഡെവലപ്പിംഗ് ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ബേസിസിന് വേണം. പ്രോഗ്രാം ഫോർ ട്രെയിനിങ് ഓഫ് പൈലറ്റ്, ഫ്ലൈറ്റ് ക്രൂ, എൻജിനീയേഴ്സ് എക്സെട്ര വേണം. പ്രോഗ്രാം ഫോർ റിക്രൂട്ടിംഗ് ന്യൂ എംപ്ലോയീസ് വേണം. പ്രോഗ്രാം ഫോർ അഡ്വർടൈസിങ് ന്യൂ സർവീസ് ആൻഡ് ഷെഡ്യൂൾ വേണം. അപ്പം ഇത്രയും പ്രോഗ്രാംസ് വേണം. ഒരു പെർട്ടിക്കുലർ തിങ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ബഡ്ജറ്റ് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ അതിനെ സബ് ഡിവൈഡഡ് ഇൻറ്റു എ ലോട്ട് ഓഫ് പ്രോഗ്രാംസ് ആയിട്ട് നമ്മൾ മാറ്റണം. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഫോർ സക്സസ്ഫുൾ ഇൻഡിവിജ്വൽ സപ്പോർട്ടിംഗ് പ്രോഗ്രാം റിക്വയർഡ് പെർഫെക്റ്റ് കോർഡിനേഷൻ ആൻഡ് ടൈമിംഗ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ സപ്പോർട്ടിംഗ് പ്രോഗ്രാംസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇറ്റ് റിക്വയർഡ് കംപ്ലീറ്റ് കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ എന്ന് നമുക്ക് പറയാം. So this is all about for today's session. Thank you. We'll be meeting in the next class.